എല്ലാവർക്കും മല്ലൂഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാമചന്ദ്ര, ഹലോ മമ്മി, മാർക്കോ, രേഖാചിത്രം, ബാന്ദ്ര, ത്രയം തുടങ്ങിയ ഒരുപാട് സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഗെയിം ചേഞ്ചർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ ഡിസാസ്റ്റർ ആയ സിനിമയായിരുന്നു ഗെയിം ചേഞ്ചർ. രാംചരനാണ് സിനിമയിലെ നായകൻ. ശങ്കറാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഫെബ്രുവരി 7 ആമസോൺ പ്രൈമിലാണ്. മലയാളം വെർഷൻ വരുന്നില്ല. നാളെ രാത്രിയാണ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ടെസ്റ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഡയറക്റ്റ് OTT മൂവിയാണ്. ഈ സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ വീക്കാണ് സിനിമയുടെ റിലീസ്. നയൻതാര, മീര ജാസ്മിൻ, മാധവ്, സിദ്ധാർത്ഥ് ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് നീതി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ ഇപ്പോൾ ഫസ്റ്റ് ഷോസ് എന്ന OTT പ്ലാറ്റ്ഫോമിൽ റിലീസായിട്ടുണ്ട്. സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ലാൽ, അനൂപ്, രേഖ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ആണ് ചെക്ക്മേറ്റിന് ലഭിച്ചത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ ഈ സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവാൻ ഒരുങ്ങുകയാണ്. ഫെബ്രുവരി 20 ചെക്ക്മേറ്റ് എന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര, ബോസേൺകോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിവിൻ പോളിയുടെ മികച്ച അഭിപ്രായം നേടിയ സിനിമയായിരുന്നു രാമചന്ദ്ര. സിനിമ ഇറങ്ങിയിട്ട് വർഷങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ രാമചന്ദ്ര സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊരു ആക്ഷൻ കോമഡി മൂവിയാണ്. നിവിൻ പോളി, വിനയ് ഫോർട്ട്, മമിത ബൈജു, ജാഫർ ഇടുക്കി ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഫെബ്രുവരി ലാസ്റ്റ് വീക്കിനുള്ളിൽ ആമസോൺ പ്രൈമിൽ രാമചന്ദ്രയുടെ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ത്രയം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ധ്യാൻ ശ്രീനിവാസൻ എന്ന സിനിമയിലെ നായകൻ. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ത്രയം. ധ്യാൻ, സണ്ണി വെയിൻ, ഡെയിൻ, അജു വർഗീസ് ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. മനോരമ മാക്സ്, ആമസോൺ പ്രൈം ഈ രണ്ടിലും കൂടിയാണ് ത്രയം എന്ന സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. ഫെബ്രുവരി 15 ത്രയം എന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ED എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. സുരാജാണ് സിനിമയിലെ നായകൻ. സിനിമയ്ക്ക് നല്ല റെസ്പോൺസ് ആണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം എക്സ്ട്രാഡിഷൻ എന്ന ഈ സിനിമ വാങ്ങിച്ചിരിക്കുകയാണ്. ഈ സിനിമയുടെ OTT റിലീസ് അടുത്ത വീക്കാണ്. ഫെബ്രുവരി 14 ED എന്ന സിനിമ സർപ്രൈസ് ആയിട്ട് ആമസോൺ പ്രൈമിൽ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഹലോ മമ്മി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ ഹിറ്റായ സിനിമയായിരുന്നു ഹലോ മമ്മി. ഷറഫുദ്ദീനാണ് സിനിമയിലെ നായകൻ. അതുപോലെ ഐശ്വര്യലക്ഷ്മിയാണ് സിനിമയിലെ നായിക. ഒരു ഹൊറർ സിനിമ കോമഡി രൂപത്തിലാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ഹലോ മമ്മി സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ട്. സിനിമ ഇറങ്ങി 2 മാസമായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഹലോ മമ്മി സിനിമ സർപ്രൈസ് ആയിട്ട് ഈ വീക്കിൽ വരുമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മാർക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാവരും കാത്തിരിക്കുന്നത് മാർക്കോ സിനിമയ്ക്ക് വേണ്ടി തന്നെയാണ്. കാരണം തിയേറ്ററുകളിൽ അത്രയ്ക്കും ഹിറ്റായിരുന്നു മാർക്കോ. യുവാക്കളുടെ ഇടയിൽ ഹരമായിരുന്നു മാർക്കോ. 100 കോടി ക്ലബിൽ സിനിമ ഇടം പിടിക്കുകയും ചെയ്തു. ഹിന്ദി നാട്ടിൽ നിന്ന് നല്ല റെസ്പോൺസ് ആണ് മാർക്കോയ്ക്ക് ലഭിച്ചത്. ഇപ്പോഴത്തെ സോണി ലീവിൽ മാർക്കോ സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഫെബ്രുവരി 14 പ്രണയ ദിനത്തിലാണ് മാർക്കോ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹൊറർ ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് എല്ലാവരും നല്ല അഭിപ്രായമാണ് ഹണ്ട് എന്ന സിനിമയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് സിനിമ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ആരാധകർ കാത്തിരുന്ന് മടുത്തു. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ അവർ സിനിമ റിലീസാക്കുന്നില്ല. തീയതിയും പുറത്തുവിടുന്നില്ല. ഇപ്പോഴത്തെ പ്രണയ ദിനത്തിൽ ആമസോൺ പ്രൈമിൽ ഹണ്ട് എന്ന സിനിമ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഫെബ്രുവരി 14 തന്നെ സിനിമ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് രേഖാചിത്രം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് രേഖാചിത്രം. ഇതൊരു ക്ലാസിക് ത്രില്ലർ സിനിമയാണ്. അനശ്വര രാജൻ, ആസിഫ് അലി ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. 2025 മികച്ചൊരു സിനിമയായിരുന്നു രേഖാചിത്രം. സോണി ലീവാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നിട്ടില്ല. മാർച്ച് 1 സോണി ലീവിൽ രേഖാചിത്രം എന്ന സിനിമ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അവസാനത്തെ ഒരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആമസോൺ പ്രൈം കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിട്ട് 2 മാസമായി. ഇതുവരെ സിനിമയുടെ OTT വന്നിട്ടില്ല. ദിലീപും തമനയും ഒന്നിച്ച് അഭിനയിച്ച സിനിമയാണ് ബാന്ദ്ര. ഇതൊരു ഗാങ്സ്റ്റർ മൂവിയാണ്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ ബാന്ദ്ര സിനിമ റിലീസാകാൻ പോവുകയാണ്. ഫെബ്രുവരി 14 പ്രണയ ദിനത്തിൽ ബാന്ദ്ര സിനിമ സർപ്രൈസ് ആയിട്ട് വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.